സിംബാബ്വെക്കെതിരായ T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിലെ ടീം ഇന്ത്യയുടെ പരാജയം ആരാധകരെ നിരാശയിലാഴ്ത്തിയിരിക്കുകയാണ്. ഹരാരെയിൽ നടന്ന കളിയിൽ 13 റൺസിന്റെ തോൽവിയാണ് ലോക ചാമ്പ്യന്മാരായ ടീം ഇന്ത്യ നേരിട്ടത്. ആദ്യം ബാറ്റ് ചെയ്ത സിംബാബ്വെയെ 115 എന്ന സ്കോറിൽ ഒതുക്കിയെങ്കിലും കുഞ്ഞൻ വിജയലക്ഷ്യം മറികടക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. സീനിയർ താരങ്ങളുടെ അഭാവത്തിൽ ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിൽ ഇറങ്ങിയ ടീം ഇന്ത്യ ആരാധകരെ പാടെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. IPL-ൽ മിന്നിയ യുവതാരങ്ങൾ വൻ ഫ്ലോപ്പ് ആകുന്നതാണ് ആദ്യ T20-യിൽ കണ്ടത്. ഇന്ന് നടക്കാനിരിക്കുന്ന രണ്ടാം T20-ക്ക് മുൻപ് ഇന്ത്യക്ക് വലിയ ആശങ്ക നൽകുന്നതാണ് ഈ താരങ്ങളുടെ പ്രകടനം. പ്രധാനമായും 2 താരങ്ങൾ മാത്രമാണ് ആദ്യ T20-യിൽ ഇന്ത്യയുടെ പോസിറ്റീവ്. ആദ്യ കളിയിൽ ഫ്ലോപ്പായ 3 പേരെയും പോസിറ്റീവ് പ്രകടനം നൽകിയ 2 കളിക്കാരെയും ആരാധകർ ഇപ്പോൾ വിലയിരുത്തുകയാണ്. ഇത്തവണത്തെ IPL-ൽ രാജസ്ഥാൻ റോയൽസിനായി മിന്നും പ്രകടനം കാഴ്ചവെച്ച റിയാൻ പരാഗിന്റെ അന്താരാഷ്ട്ര അരങ്ങേറ്റമായിരുന്നു സിംബാബ്വെക്കെതിരായ ആദ്യ T20-യിലേത്. തന്റെ ഫേവറേറ്റ് പൊസിഷനായ 4-ാം നമ്പറിലാണ് താരം കളിക്കാനിറങ്ങിയത്. എന്നാൽ വെറും 3 പന്തുകൾ മാത്രം നേരിട്ട പരാഗ് 2 റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു. പരാഗിന്റെ ബാറ്റിംഗ് പരാജയം രണ്ടാം T20-ക്ക് മുമ്പ് ഇന്ത്യക്ക് ആശങ്ക സമ്മാനിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ IPL സീസണിലെ ഏറ്റവും മികച്ച യുവതാരങ്ങളിൽ ഒരാളായിരുന്നു അഭിഷേക് ശർമ്മ. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഫൈനലിലേക്ക് എത്തിച്ചതിൽ താരത്തിന്റെ സംഭാവനകൾ നിർണായകമായിരുന്നു. ഈ പ്രകടനമാണ് സിംബാബ്വെക്കെതിരായ T20 പരമ്പരയ്ക്കുള്ള ടീമിൽ താരത്തിന് സ്ഥാനം നേടിക്കൊടുത്തത്. എന്നാൽ ആദ്യ കളിയിൽ ഓപ്പണിംഗിന് ഇറങ്ങിയ അഭിഷേക് ശർമ്മ 4 പന്തിൽ റൺ ഒന്നുമെടുക്കാതെ പുറത്താവുകയായിരുന്നു. ഇന്ത്യയുടെ വിശ്വസ്ത ഫിനിഷർ എന്ന് അതിവേഗം പേരെടുത്ത റിങ്കു സിംഗ് പക്ഷേ സിംബാബ്വെക്കെതിരായ ആദ്യ T20-യിൽ ഫ്ലോപ്പായി. 2 പന്തുകൾ മാത്രം നേരിട്ട റിങ്കു സിംഗ് അക്കൗണ്ട് തുറക്കാതെ പുറത്താവുകയായിരുന്നു. T20 ലോകകപ്പിൽ റിസർവ് താരമായിട്ടുണ്ടായിരുന്ന റിങ്കു സിംഗ് തിളങ്ങിയിരുന്നെങ്കിൽ സിംബാബ്വെക്കെതിരായ ആദ്യ T20 മത്സരത്തിൽ ഫലം മറ്റൊന്നാകുമെന്ന് ആരാധകർ വിശ്വസിക്കുന്നുണ്ട്. രണ്ടാം T20-ക്ക് മുമ്പ് ടീമിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് റിങ്കുവിന്റെ ഫോമും. സിംബാബ്വെക്കെതിരായ ആദ്യ T20-യിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് സ്പിന്നർ രവി ബിഷ്ണോയിയുടെ പ്രകടനമാണ്. 4 ഓവറുകളിൽ 13 റൺസ് മാത്രം വിട്ടുകൊടുത്ത 4 വിക്കറ്റുകളാണ് താരം വീഴ്ത്തിയത്. 2 മെയ്ഡനുകളും അദ്ദേഹം എറിഞ്ഞു. ഇന്ന് നടക്കാനിരിക്കുന്ന രണ്ടാം T20-ക്ക് മുമ്പ് ബിഷ്ണോയുടെ പ്രകടനം ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. സിംബാബ്വെക്കെതിരായ 1-ാം T20-യിൽ ഇന്ത്യ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ വാഷിംഗ്ടൺ സുന്ദറും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ബോളിംഗിൽ 4 ഓവറുകളിൽ 11 റൺസ് മാത്രം വിട്ടുകൊടുത്ത 2 വിക്കറ്റുകൾ വീഴ്ത്തിയ സുന്ദർ ബാറ്റിംഗിൽ 27 റൺസ് നേടി. ബാറ്റിംഗിൽ അവസാന ഓവർ വരെ സുന്ദർ പൊരുതി നോക്കിയെങ്കിലും ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കാനായില്ല. 34 പന്തിലാണ് താരത്തിന്റെ 27 റൺസ് ഇന്നിംഗ്സ് പിറന്നതെങ്കിലും സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മികച്ചൊരു ഇന്നിംഗ്സ് തന്നെയായിരുന്നു അത്.